ഒരു കാൻഡിഡേറ്റിന് നമ്മുടെ പോൾ മാസ്റ്റർ ആപ്പിൽ കിട്ടുന്ന ഓപ്ഷനുകൾ എന്തെല്ലാം എന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പറയുന്നത്. കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ആപ്പിൻ്റെ സ്ക്രീനിലേക്ക് വന്ന് കാൻഡിഡേറ്റിൻ്റെ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യുക. അതിനുശേഷം സൈൻ എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. നിങ്ങളൊരു ഗൂഗിൾ അക്കൗണ്ട് ഉപയോഗിച്ചാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാസ്വേഡിൻ്റെ ആവശ്യമില്ല. ഡയറക്റ്റ് സൈൻ വിത്ത് ഗൂഗിൾ കൊടുത്ത് നിങ്ങളുടെ ജിമെയിൽ ഓതൻറ്റിക്കേഷൻ വഴി ഇതിലേക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. കാൻഡിഡേറ്റ് നമ്മൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു സ്ക്രീനിലേക്കാണ് വരിക. ഈ ഒരു സ്ക്രീനിൽ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മളുടെ കീഴിൽ നമ്മുടെ സ്ഥാനാർത്ഥിയുടെ താഴെയുള്ള സപ്പോർട്ട് വർക്കേഴ്സ്, അതായത് നമ്മളുടെ മൊബൈൽ ആപ്പ് ഉപയോഗിക്കുന്ന എത്ര സപ്പോർട്ടേഴ്സ് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്, അതുപോലെ തന്നെ എത്ര വോട്ടേഴ്സ് നമുക്കുണ്ട്, എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു ആപ്പിലൂടെ ഈ സ്ക്രീനിലൂടെ കാണാൻ പറ്റും. ഇതിലൊരു പുതിയൊരു ലീഡറെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ, പുതിയൊരാൾക്ക് നമുക്ക് ID ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 3 ഡോട്ടിൽ പ്രസ് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് ലീഡർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ക്രിയേറ്റ് ലീഡർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ലീഡറുടെ പേര് നിങ്ങൾ കൊടുക്കുക, അവരുടെ ഫോൺ നമ്പർ, അവരുടെ ഇമെയിൽ അഡ്രസ്സ്, അവർക്ക് വേണ്ട പാസ്വേഡ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഒരു ലീഡർക്ക് നമുക്ക് ഒരു 10 ബൂത്തോ അല്ലെങ്കിൽ ഒരു ബൂത്തിലെ 10 വീട്, അതല്ലെങ്കിൽ ഒരു 15 വീടൊക്കെ മാത്രം സെലക്ട് ചെയ്ത് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അസൈൻ വാർഡ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് അസൈൻ ബൂത്ത് ഓർ ഹൗസ് എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അതുപോലെ ബൂത്ത് ഏജൻറ്റിനെ ക്രിയേറ്റ് ചെയ്യാനും നമുക്ക് ഈ ഒരു സ്ക്രീൻ യൂസ് ചെയ്യാം. ഇവിടെ ഈ 3 ഡോട്ട് പ്രസ് ചെയ്തതിന് ശേഷം ബൂത്ത് ഏജൻറ്റ് എന്നുള്ള ഓപ്ഷനിൽ നമുക്കിവിടെ ആഡ് ന്യൂ ബൂത്ത് ഏജൻറ്റ് പ്രസ് ചെയ്തതിന് ശേഷം ബൂത്ത് ഏജൻറ്റിൻ്റെ പേര്, ബൂത്ത് ഏജൻറ്റിൻ്റെ ഇമെയിൽ അഡ്രസ്സ്, ബൂത്ത് ഏജൻറ്റിൻ്റെ മൊബൈൽ നമ്പർ, ബൂത്ത് ഏജൻറ്റിൻ്റെ പാസ്വേഡ്, ഏത് ബൂത്തിനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ രജിസ്റ്റർ ബൂത്ത് ഏജൻറ്റ് എന്നുള്ള ഓപ്ഷൻ സെറ്റ് ചെയ്യാവുന്നതാണ്.